എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ചില സ്ഥലങ്ങളിലൊക്കെ മഴ കെടുതി ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ച് സൂക്ഷിച്ചിരിക്കുക. എനിക്കിതിൽ കൂടി മാത്രമേ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ നിവൃത്തിയുള്ളൂ. സൂക്ഷിച്ചിരിക്കുക എല്ലാവരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് തന്നെ നോക്കാം. നിങ്ങൾക്കായിട്ടുള്ള ഏറ്റവും ആഴത്തിലുള്ളവരുടെ ഫീലിങ്സ് എന്താണ്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ. സമയം പോലെ ചെയ്തു തരുന്നതാണ്. നാളെ മുതൽ ഇനി വരുന്ന തിങ്കളാഴ്ച വരെ, അതായത് 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ എന്ന് കണക്കാക്കിക്കോളൂ. ഞാൻ ഒരു ചെറിയ ട്രാവലിലാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു. ഉണ്ട്, പേഴ്സണൽ റീഡിങ് എന്തായാലും ചെയ്യും. വീഡിയോസ് സമയം പോലെ റെക്കോർഡ് ചെയ്ത് ഇടാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഇടും കേട്ടോ. വേറെ ഒന്നുമില്ല. പേഴ്സണൽ റീഡിങ് എന്നോട് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, അവിടെ ഞാൻ ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു തരുന്നതാണ് കേട്ടോ. റീഡിങ്ങിലേക്ക് പോകാൻ സമയം കളയണ്ട. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക, പേര് റിപ്പീറ്റഡായിട്ട് മനസ്സിൽ പറയുക കേട്ടോ. എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ ചിന്തിക്കുന്ന ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തിയുടെ കറണ്ട് ഓണസ്റ്റ് ഡീപ് ഡൗൺ ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിനായിട്ടത് പറഞ്ഞു തരും. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. എൻ്റെ വ്യൂവേഴ്സ് മനസ്സിൽ വിചാരിച്ച ആ വ്യക്തിയുടെ ഡീപ്പ് ഡൗൺ ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിനായിട്ടെന്നൊന്ന് പറഞ്ഞു തരും. സ്റ്റാർ, കിങ് ഓഫ് വാൻഡ്സ്, ഡെത്ത് റീബർത്ത്, ഹെറഫൻറ്റ്, ഹെർമിറ്റ്, 2 of cups, judgment, very good, 9 of cups, Knight of Cups, 10 of Pentacles, High Priestess, 9 of Wands. Okay. നിങ്ങളുടെ പേഴ്സൺ ആദ്യമായിട്ട് ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് എത്ര എഫേർട്ട് ഇട്ടാലും തെറ്റില്ല എന്നവർ ചിന്തിക്കുകയാണ് കേട്ടോ. ഒരുപാട് എഫേർട്ട് അവരിടാൻ തയ്യാറാണ്. സ്ലോ ആയിട്ട് മുന്നോട്ട് സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ മതി. എടുത്തു ചാടി കാര്യങ്ങളൊന്നും ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ആലോചിച്ച് നോക്കിയും കണ്ടും മാത്രം മുന്നോട്ട് പോകാം എന്നവർ കരുതുന്നുണ്ട്. എനിക്ക് ഈ ഓവറോൾ കാർഡ്സ് നോക്കി അവിടെ ചിലരെങ്കിലും മാരീഡ് ആണെന്ന് കാണുന്നു കേട്ടോ. നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ഏതൊരു സൈഡിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അവർ സൂക്ഷിച്ചും കണ്ടും മുന്നോട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കേട്ടോ. കാരണം അപ്പുറത്തും ഇപ്പുറത്തും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ. അതോടൊപ്പം നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു സെലിബ്രിറ്റി പോലെയാണ് അവർ കണ്ടിരിക്കുന്നത്. ഓക്കെ, അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് നിങ്ങളെ അവർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പ്രത്യേകതയോടെ നോക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങളൊരു സ്പെഷ്യൽ വ്യക്തിയാണ് അവരെ പ്രതി. നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവർക്ക് ഇഷ്ടമാണ്. നിങ്ങളെ തന്നെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഇഷ്ടമാണ് എന്നുള്ള രീതിയാണ്. നിങ്ങളൊന്ന് തുമ്മിയാൽ അതുപോലും ഇഷ്ടമാണ് എന്നുള്ള രീതിയാണ്. അത്രയ്ക്ക് എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ സെലിബ്രിറ്റിയെ പോലെ ഒരു ആരാധനയാണ് നിങ്ങളുടെ കാര്യങ്ങളിൽ അവർക്കെന്ന് കാണുന്നത്. നിങ്ങൾ അവരുടെ ലക്കി ചാമാണെന്നും അവർ കരുതുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് ഭാഗ്യങ്ങൾ അവർക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നു. പല ഡിസിഷൻസ് എടുക്കാനും അവർ നിങ്ങളെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഒരുപാട് സ്നേഹമാണ്, ആകർഷണമാണ്. അതേപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എല്ലാവരെയും ആകർഷിക്കത്തക്ക ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയില്ലേ. നിങ്ങളുടെ സംസാരമാവട്ടെ, ചിരിയാവട്ടെ, പെരുമാറ്റമാവട്ടെ, നിങ്ങളെ കാണാനും ആവട്ടെ, പെട്ടെന്ന് ആൾക്കാർ അട്രാക്റ്റ് ആവും നിങ്ങളുടെ നേരെ. അത് ഇവർക്കറിയാം. ഇവരും അതേപോലെ നിങ്ങളെ ആരാധിക്കുന്നു കേട്ടോ. ഭയങ്കര സ്നേഹമാണ്, അട്രാക്ഷനാണ്, റെസ്പെക്റ്റുമാണ് നിങ്ങളെ പ്രതി. നിങ്ങളുടെ തീരുമാനങ്ങൾ മറ്റുള്ളവർ മാനിക്കാറുണ്ടായിരിക്കും. അഭിപ്രായങ്ങൾ മറ്റുള്ളവർ വന്ന് ചോദിക്കാറുണ്ടായിരിക്കും. ഇവരും അവരിൽ ഒരാളാണ്. ഓക്കെ, അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്ത് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെല്ലാം ഒരു അവസാനം കുറിച്ച് ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണമെന്ന് അവർ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. അതൊരു ഉറച്ച തീരുമാനം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എടുക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ചിലരുടെയെങ്കിലും കാര്യത്തിൽ അവർ മാരീഡ് ആണെന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ് എന്ന് കാണുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ പല ഡിഫറൻസസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ഇവർ അറിയപ്പെടുന്ന വ്യക്തിയുമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അവരുടെ ഏരിയയിൽ ടീച്ചിങ് പ്രൊഫഷനിലുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ 4 പേര് ഉപദേശം ചോദിച്ചവരുടെ അടുത്ത് വരാറുണ്ട്. അങ്ങനത്തെ പല തടസ്സങ്ങളുണ്ട്. ഓക്കെ, അതുകൊണ്ട് കൂടിയിട്ടാണ് ഇവർ നോക്കിയും കണ്ടും സൂക്ഷിച്ചും മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നത് കേട്ടോ. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് സംശയമൊന്നുമില്ല. ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് വേണം. അവിടെ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന കാര്യമൊന്നും ഒരു ചിന്തിക്കുന്ന പോലുമില്ല. ഒരു സ്റ്റേബിളായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റപ്പെടലാണ്. തനിയെ ഇരിക്കാൻ ഇവരിപ്പോൾ കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നു. ഇരുന്ന് നിങ്ങളെപ്പറ്റി തന്നെ ആലോചിക്കുക. എന്ത് ചെയ്യുമ്പോഴും, ജോലി ചെയ്യുമ്പോഴാകട്ടെ എന്ത് ചെയ്യുമ്പോഴാകട്ടെ നിങ്ങളുടെ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരിക, സങ്കടം തോന്നുക, ഒറ്റയ്ക്കിരിക്കാൻ തോന്നുക, ചുമ്മാ ആരോടും സംസാരിക്കേണ്ട, തനിയെ ഇരുന്നാൽ മതി. അങ്ങനെയൊക്കെ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ. ഒരുപാട് സ്നേഹമാണ്. നിങ്ങളെ കാണണം, റീയൂണിയൻ വേണം എന്നവർ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. തമ്മിൽ കണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം, സംസാരിക്കണം, കൈ കോർത്ത് പിടിച്ച് കണ്ണിൽ നോക്കിയിരിക്കണം. അതൊക്കെ വലിയ ആഗ്രഹമാണ് അവരുടെ കേട്ടോ. പരസ്പര സ്നേഹമാണ് എന്നവർ തീർച്ചയായും മനസ്സിലാക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്നേഹവും അവർക്ക് ഫീൽ ചെയ്യാറുണ്ടെന്നർത്ഥം. നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളുടേതൊരു പൂർവ്വജന്മ ബന്ധമാണെന്ന് അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഓക്കെ, എനർജറ്റിക്കലി നിങ്ങൾ രണ്ടുപേരും ഒരുപാട് കണക്റ്റഡ് ആണെന്ന് അവർക്ക് തോന്നാറുണ്ട്. അതായത് ഒരു ടെലിപ്പതി കണക്ഷൻ പോലെ നിങ്ങൾ ചിന്തിക്കുന്നത് അവർക്ക് അവിടെ ഫീൽ ചെയ്യാറുണ്ട്. സ്വപ്നങ്ങൾ ഒരുപോലെ കാണാറുണ്ടായിരിക്കും നിങ്ങൾ. അടുത്ത ദിവസം തമ്മിൽ കാണുമ്പോഴായിരിക്കും ഇന്ന സ്വപ്നം കണ്ടായോ ഞാനും അതേ സ്വപ്നം കണ്ടു എന്ന് നിങ്ങൾ പറയാറുണ്ടായിരിക്കും കേട്ടോ. അതേപോലെ നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നു. മറ്റെല്ലാ സൗഭാഗ്യങ്ങളും അവർക്ക് ലൈഫിലുണ്ടെങ്കിലും അവരുടെ ജീവിതം സമ്പൂർണ്ണമാവണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് കൂടി വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ വന്ന് കാണാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. വരുന്ന സമയത്തൊരു ഗിഫ്റ്റൊക്കെ തരാനും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നു കേട്ടോ. അതേപോലെ നിങ്ങളവരുടെ കുടുംബം തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളവരുടെ ഫാമിലി തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അവർ കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പാരൻസിൻ്റെ സമ്മതം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും കാണുന്നുണ്ട്. എസ്പെഷ്യലി അമ്മയുടെ എനർജിയാണ് കൂടുതലായിട്ടും കണക്റ്റ് ആവുന്നത്. അമ്മയോട് സമ്മതം ചോദിച്ച് നിങ്ങളുടെ വിവാഹമായി മുന്നോട്ട് പോകാമെന്ന് അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളോ രണ്ടിൽ ഒരാൾ ടാരോ ആയിട്ട് ഒരുപാട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ടാരോ അല്ലെങ്കിൽ ആസ്ട്രോളജി, ന്യൂമറോളജി, വേറെ അങ്ങനത്തെ ഒക്കൽട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ടെന്ന് കാണുന്നു. ഒരുപാട് ടാരോ റീഡിങ്സ് ഒരു ദിവസത്തിൽ കാണുന്നുണ്ടായിരിക്കും. ഒരു ടാരോ റീഡിങ് എടുത്തിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു ടാരോ റീഡർ തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട്. കാരണം അത്രയധികം ടാരോയുടെ പ്രസൻസ് ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ രണ്ടുപേരും ടെലിപ്പതിക്കലി വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആണ് എന്ന് അവർ കരുതുന്നു. മനസ്സുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ അടുത്ത ദിവസം ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ലഡ്ഡു കഴിക്കണമെന്ന് തോന്നി. നിങ്ങൾ ഇന്ന് ഇരുന്ന് ആലോചിക്കുകയാണ് എനിക്ക് ലഡ്ഡു കഴിക്കണം. അടുത്ത ദിവസം നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ ലഡ്ഡുവായിട്ടായിരിക്കും വരുന്നത്. കാരണം അവർക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ലഡ്ഡു കഴിക്കണമെന്ന്. മനസ്സിലായോ? ആ മാതിരി കണക്ഷൻ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതേപോലെ നോക്കിയും കണ്ടും സൂക്ഷിച്ച് രഹസ്യ സ്വഭാവം കൈവിടാതെ റിലേഷൻഷിപ്പ് ഗാർഡഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി എടുത്തിട്ട് ബാക്കി പറയാം. നിങ്ങൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് എന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. അവർക്ക് വിഷമം തോന്നുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും അതിന്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു സൂര്യനെ പോലെയാണ്. അത്രയധികം പ്രഭാവം നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിലുണ്ടെന്ന് അവർ കരുതുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് തീർച്ചയായും ഒരു നല്ല രീതിയിൽ തന്നെ
കൺക്ലൂഷനിലെത്തുമെന്നും അവർ കരുതുന്നുണ്ട്. ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം ശരിയായി വരും. ഭാഗ്യം നിങ്ങളുടെ കൂടെയാണ് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള കാലം നല്ല കാലമാണ് എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു കേട്ടോ. എൻ്റെ മറ്റേ മൊബൈലിൽ കൺഫർമേഷൻസ് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, എന്നും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. പേജ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെ നല്ലതായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിൽ അവർ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ റിലേറ്റഡ് പോസ്റ്റൊക്കെ ഇടുന്ന വ്യക്തികളാണെങ്കിൽ അതെല്ലാം ഇവർ ശ്രദ്ധിക്കാറുണ്ട്, ഫോളോ ചെയ്യാറുണ്ട്. നിങ്ങളെ പ്രതി ആരാധനയുമാണ് അവർക്ക്. ഓക്കെ, എന്തായാലും കമ്മ്യൂണിക്കേഷൻ തുടർന്ന് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നത്. ഏസ് ഓഫ് വാൻസ്, റൊമാൻറ്റിക് ആയിട്ടൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ഒപ്പം എന്നും വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. എന്ത് തടസ്സമായിക്കോട്ടെ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. അത് നല്ല രീതിയിലായിരിക്കും. അത് ഒരു നല്ല രീതിയിൽ ഒരു കുടുംബമായി നിങ്ങൾ മുന്നോട്ട് പോകും എന്നും അവർ കരുതുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് വീണ്ടും കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തമ്മിൽ കാണുന്ന സമയത്ത് സോറി പറഞ്ഞ് നിങ്ങൾ അനുനയിപ്പിച്ച് അത് ശരിയാക്കണമെന്ന് അവർ കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് ഗിഫ്റ്റൊക്കെ കൊണ്ടുവരും എന്നൊക്കെ നമുക്ക് കണ്ടത്. ചിലരെങ്കിലും ലോങ് ഡിസ്റ്റൻസിലാണെന്നും കാണുന്നുണ്ട്. ഓൺ ആൻഡ് ഓഫ് ആയിട്ടായിരിക്കും നിങ്ങൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടാവുക. ആ ഒരു മിസ്സിങ് എനർജി അവർക്കുണ്ട്. പക്ഷെ അവരുടനെ നിങ്ങളെ കാണാൻ വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളവരുടെ ലൈഫിലെ എംപ്രസ് സാന്നിധ്യമാണ്. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവർക്ക് എന്തായാലും സാധ്യമല്ല. അവരുടെ കുഞ്ഞുങ്ങളുടെ അമ്മ അച്ഛൻ സ്ഥാനത്ത് നിങ്ങൾ തന്നെയാണ്. അതല്ലാതെ മറ്റൊരു റീപ്ലേസ്മെൻറ്റ് അവർക്ക് വേണ്ട എന്ന് തന്നെയാണ്. അവരുടെ മനസ്സിൽ നിങ്ങളുടെ മുഖം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് നിങ്ങളെ മാറ്റി മറ്റൊരാളെന്നവർക്ക് സാധ്യമേ അല്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഈ ലോങ് ഡിസ്റ്റൻസ് കാരണം അവർ സ്ട്രെസ്സ് അനുഭവിക്കുന്നതായിട്ട്, ഉറക്കക്കുറവുള്ളതായിട്ടും കാണുന്നുണ്ട്. ഇത് ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. 5 ഓഫ് സോർട്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ. വർക്ക് റിലേറ്റഡ് ആണോ ഒന്ന് പറഞ്ഞു തരൂ ഡിവൈൻ. വർക്ക് റിലേറ്റഡ് സ്ട്രെസ്സാണ് കേട്ടോ. ഇവർ ഞാൻ പറഞ്ഞല്ലോ ഓൺ ആൻഡ് ഓഫ് ആയിട്ടായിരിക്കും നിങ്ങളെ വന്ന് കാണുന്നുണ്ടാവുക. അവരിയ്ക്കുന്ന അവിടെ അവർക്ക് കുറച്ച് ജോബ് റിലേറ്റഡ് ആയിട്ട് ഓവർ വർക്ക് ഉള്ളതായിട്ടും ഉറക്കക്കുറവുള്ളതായിട്ടും ഫൈനാൻഷ്യൽ സ്ട്രെസ്സ് ഉള്ളൊരു ടെൻഷൻസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. 2 കാർഡ് വന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ ജോലിയുടെ കാര്യത്തിൽ കുറച്ച് ക്ഷമയോടെ മുന്നോട്ട് പോകണമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും അവർക്കുണ്ട്. അവർ അതിൽ മാനേജ് ചെയ്തോളാം എന്നാണ് ചുരുക്കി പറഞ്ഞാൽ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഓക്കെ, അവർ മാനേജ് ചെയ്തോളും. വർക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ അവർക്കറിയാം. കുറച്ചൊന്ന് ക്ഷമിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ, നിങ്ങളോട് ഇത്തിരി നേരം സംസാരിച്ചാൽ മതി. അത് തന്നെയാണ് അവർ പറയുന്നത്. വർക്കിൻ്റെ സമയം കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിച്ചോളാം എന്നാണ് അവർ പറയുന്നത്. കാരണം നിങ്ങളുടെ അടുത്ത് അന്നത്തെ ദിവസത്തെ കംപ്ലയിൻസ് ഒക്കെ ഒന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ആശ്വസിപ്പിച്ചാൽ അവർക്ക് സമാധാനമാണ്. അത്ര തന്നെ ഉള്ളൂ അവിടെ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ലാസ്റ്റ് കാർഡ്, അവർ ഇച്ചിരി റെസ്പോൺസിബിലിറ്റീസ് കൂടുതലുള്ള വ്യക്തിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ജോലി സംബന്ധമായിട്ട് പ്രബലമായ സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം. ബാങ്കിങ് ഫീൽഡിലായിരിക്കാം. അതേപോലെ മാനേജറിയൽ പൊസിഷൻസ്, ഫൈനാൻസസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഇത്തിരി ഗവൺമെൻറ് ജോബൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഗവൺമെൻറ് ജോബിൽ തന്നെ ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തിയുമാണ്. ഇവരുടെ താഴെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെസ്പോൺസിബിലിറ്റീസ് സാമാന്യമുണ്ട് ഇവർക്ക്. ഓക്കെ, കുടുംബത്തിലും റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതെല്ലാം സ്ട്രെസ്സ് അവർക്കുണ്ട്. പക്ഷെ അത് അവർക്ക് മാനേജ് ചെയ്യാൻ അറിയാമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നിങ്ങളോട് ഒത്തിരി നേരം ഒന്ന് സംസാരിച്ചാൽ മതി. അവരുടെ ആവശ്യം അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ? ആരെയാണ് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മനസ്സിലായല്ലോ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ. ഓക്കെ, അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. വേറെ എന്ത് ചെയ്യും? കമൻറ്റും കൂടെ ചെയ്യണേ. കമൻറ്റ് ചെയ്യണേ, നിറയെ കമൻറ്റ് ചെയ്യൂ. അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്താണെന്നൊക്കെ. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക.
May God bless you all. Bye.